ഹായ് ഓൾ, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പിള്ളേർ +2 കഴിയാൻ പോവാണ്. അപ്പം 90% ഓഫ് ദി സ്റ്റുഡൻസ് ഇപ്പോഴും നല്ല ഡൗട്ട്ഫുൾ ആയിട്ട് എനിക്ക് എന്ത് പഠിക്കണം അല്ലെങ്കിൽ എന്ത് കോഴ്സ് ഇനി തിരഞ്ഞെടുക്കണം, അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, അത് ഞാൻ AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അതിൽ ഇന്ത്യയിലുടനീളമുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ലിസ്റ്റാണ്. അവിടേക്ക് എങ്ങനെ എത്തിപ്പെടണം, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അവിടെ പഠിച്ചാൽ എത്രത്തോളം പ്ലേസ്മെൻറ്റ് കിട്ടും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI എങ്ങനെയാണ്, അതിൻ്റെ ലൊക്കേഷൻ, അത് ഏത് എക്സാം എഴുതിയിട്ട് അവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പരിചയപ്പെടാം. പക്ഷേ ഈ ഡോക്യുമെൻ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തിരഞ്ഞെടുക്കരുത്. അതുകൂടാതെ നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതല്ല. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, റൈറ്റ്, ലൈക്ക് റെഡിറ്റ് ഉണ്ട്. റെഡിറ്റിലൊക്കെ അനോണിമസ് ആയിട്ട് ആൾക്കാർ എന്തായാലും അവരുടെ റിവ്യൂസ് എഴുതിയിടും. അപ്പം അങ്ങനെ റെഡിറ്റിലൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സെർച്ച് ചെയ്ത് നോക്കാം. അതുപോലെ കോളേജ് ദുനിയ, ശിക്ഷ.com ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ റിവ്യൂസ് ഉണ്ടാവും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി, അതൊക്കെ നോക്കുക. അതുപോലെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലിങ്ക്ഡിനിൽ കയറിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അടിച്ചാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അലുമിനീസ് ഉണ്ടാവും. അവർ നിലവിൽ വർക്ക് ചെയ്യുന്ന ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. മേ ബി ആ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാൾക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിട്ട് ഇവരത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നോക്കുക ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട്. അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഒരു പഠിച്ച ഒരു വ്യക്തിയോട് ചോദിക്കുന്ന അത്രേ വരില്ല നമ്മൾ വേറെ എന്ത് റിസർച്ച് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു റിസർച്ചും കൂടി നടത്തി ഈ ഡോക്യുമെൻറ്റും കൂടി വെച്ചിട്ട് നിങ്ങളൊരു നല്ലൊരു ഡിസിഷനിലേക്ക് എത്തുക. ഞാൻ എപ്പോഴും പറയുന്നു, ഒരിക്കലും ലൈക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് ചുമ്മാ ഒരു ഡിഗ്രി എന്നുള്ള രീതിയിലേക്ക് ഇനി പോരുത്, കാര്യമില്ല. കാരണം ലോകം മാറുവാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെ ഒരുപാട് ഇൻ്റലിജൻസ് എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളും അതിനനുസരിച്ച് നമ്മൾ അപ്സ്കിൽ ചെയ്തിരിക്കണം. സോ നല്ലൊരു കോളേജിൽ നിന്ന് നല്ലൊരു പ്രൊഫഷണൽ ഡിഗ്രി തന്നെ, ഒരു ജനറൽ ഡിഗ്രിക്കിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഒരു പ്രൊഫഷണൽ ഡിഗ്രി തന്നെയാണ്. സോ അങ്ങനെ ഒരു ഡിഗ്രിയിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. സോ അതിനുള്ള ഒരു ചെറിയൊരു കാൽവെപ്പാണ് ഈ ഡോക്യുമെൻറ്റ്. സോ ആ ഡോക്യുമെൻറ്റ് വേണ്ടവർ എനിക്ക് DM ചെയ്യാം.